ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമുക്കപ്പോൾ ഇന്ന് ടാരോനോട് ഞാനിന്നൊന്നും ചോദിക്കുന്നില്ല. ടാരോനോട് ഞാൻ ജസ്റ്റ് നിങ്ങളുടെ എനർജി എടുത്തിട്ട് കാർഡിലേക്ക് പാസ് ചെയ്ത് എന്ത് കാർഡാണ് വരുന്നതെന്ന് നോക്കാം. ഞാൻ എപ്പോഴും ഒരു ചോദ്യം ചോദിച്ചിട്ട് അതിൻ്റെ ആൻസർ അല്ലേ ടാരോനോട് പറയുന്നത്. ഇത് ഞാൻ നിങ്ങളുടെ എനർജി ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് ടാരോനോട് ചോദിച്ചിട്ട് ടാരോ എന്താണ് പറയുന്നതെന്ന് നോക്കാം. കാരണം അതായിരിക്കും കൂടുതൽ റെസൊണേറ്റ് ചെയ്യുക. കൂടുതൽ നോക്കുന്നുണ്ട് ഇതൊക്കെ സത്യമാണോ, വേറെ വല്ല ഇതിലും നോക്കിക്കൂടെ, ഇതൊക്കെ പഠിച്ചിട്ടാണോ പറയുന്നതൊക്കെ ഞാൻ കമൻറ്റ് കണ്ടു. ഞാൻ അതിൽ കൂടുതൽ റെസ്പോണ്ട് ചെയ്യാൻ തന്നാന്നറിയോ, എനിക്കൊരു പേഴ്സണാലിറ്റി ഉണ്ട് അല്ലേ. ഞാൻ ടാരോ പഠിച്ചിട്ട് കുറച്ച് നാളായി. ഞാൻ പക്ഷേ റീഡിംഗ് ഒന്നും എടുക്കാണ്ട് ഇങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞ് മാറിപ്പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ എൻ്റെ നിയോഗം ഇതാണ് എന്ന് തിരിച്ചറിഞ്ഞ മുതൽ ഞാൻ ടാരോ എടുത്തു തുടങ്ങി. അപ്പോൾ നമുക്ക് എന്താണെന്ന് പറയുന്നത്, ഈ ജ്യോതിഷം, ഈ ടാരോ എന്നൊക്കെ പറയുന്ന ഒരു വെസ്റ്റേൺ ആസ്ട്രോളജി തന്നെയാണ്. അപ്പോൾ ഇത് പഠിച്ചിട്ടാണോ പറയുന്നതെന്ന് ചോദിക്കുന്ന ആ ചേച്ചിയോട് എനിക്ക് ചോദിക്കാനുള്ളത്, ആസ്ട്രോളജേഴ്സൊക്കെ ഇഷ്ടംപോലെ വീഡിയോസ് ഇടുന്നുണ്ട്. മേഡം അങ്ങനെ, ഇടവം ഇങ്ങനെ, ഗുരുവ്യാഴത്തിൽ പോയി, കർക്കിടകത്തിൽ ബുധൻ നോക്കി എന്നൊക്കെ പറഞ്ഞ് കുറേ ഉണ്ട്. ഞാൻ ആസ്ട്രോളജി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആസ്ട്രോളജേഴ്സ് എല്ലാം ജെനുവിനാണോ? ഇവരെല്ലാം പഠിച്ച് സർട്ടിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആണോ പറയുന്നത്? അല്ല അല്ലേ. ഇതൊരു വിശ്വാസമാണ്. അത് നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നുണ്ടെങ്കിൽ അവർ ജ്യോതിഷം നോക്കും. എല്ലാവർക്കും ടാരോ കണക്ട് ആവില്ല. ഇത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ചിലർ ജ്യോതിഷം നോക്കിയിട്ടായിരിക്കും മേടം രാശി, ഇടവം രാശി, മിഥുനം രാശി അങ്ങനെയൊക്കെ നോക്കിയിട്ടായിരിക്കും. മേടത്തിൻ്റെ ഭാവാധിപൻ കുജൻ, ചൊവ്വ ഇങ്ങോട്ട് നോക്കുന്നു. ഏഴാം സ്ഥാനം നമ്മുടെ പാർട്ട്നേഴ്സിൻ്റെ സ്ഥാനമാണ്. അതൊക്കെ നോക്കും. അപ്പോൾ അതങ്ങനെ വിശ്വസിക്കുന്നവർ അങ്ങനെ പോട്ടെ. ടാരോനെ വിശ്വസിക്കുന്നവർ ടാരോ നോക്കട്ടെ. ഞാൻ രണ്ടും പഠിച്ച വ്യക്തിയാണ്. പക്ഷെ എനിക്ക് കുറച്ചും കൂടി കണക്ട് ആയത് ടാരോയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജ്യോതിഷത്തിൽ രാശിഫലം എടുക്കണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് സമയം വേണം. കറക്റ്റ് സമയമില്ല വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ ലഗ്നമൊക്കെ മാറിക്കഴിഞ്ഞാൽ കറക്റ്റ് റീഡിങ് കിട്ടണം എന്നില്ല. പക്ഷേ ടാരോ എന്ന് പറയുന്നത് നിങ്ങളുടെ എനർജി എടുക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ കറണ്ട് പൊസിഷൻ എന്താണെന്ന് ടാരോ കാണിച്ചു തരും. ചെയ്യണമോ വേണ്ടയോ അത് ടാരോ പറഞ്ഞു തരും. അത് നമുക്ക് എടുക്കാമോ, അത് എടുക്കേണ്ട, ഇപ്പോൾ ഒരു അലയൻസ് ആയാലും അത് ഓക്കെ ആണോ അല്ലയോ എന്ന് ടാരോനോട് ചോദിച്ചാൽ ടാരോ യെസ് ഓർ നോ പറയും. പക്ഷേ നമ്മളിപ്പോൾ ഒരു ജ്യോതിഷൻ്റെ അടുത്താണ്, ഞാൻ രണ്ടും കമ്പയർ ചെയ്ത് പറയാണ്. ടാരോയ്ക്കും ടാരോൻ്റേതായിട്ടുള്ള ഒരു പോരായ്മകളുണ്ട്, ജ്യോതിഷത്തിൻ്റേതായുള്ള പോരായ്മകളുണ്ട്. അപ്പോൾ ഇതിൽ ഏത് വിശ്വസിക്കണം, എന്ത് വിശ്വസിക്കണം എന്നെല്ലാം ഇത് കാണുന്ന പ്രേക്ഷകരുടെ മൈൻഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഞാനൊരു സർട്ടിഫൈഡ് ടാരോ റീഡറാണ്. അപ്പോൾ എല്ലാ ആസ്ട്രോളജേഴ്സും സർട്ടിഫൈഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. അപ്പോൾ ഈ ചേച്ചിയോട് എനിക്ക് ചോദിക്കാനുള്ളത് അത് തന്നെയാണ്. ഇപ്പോൾ ചേച്ചി കാണുന്നത്, ടാരോ കാണുന്നതുകൊണ്ടായിരിക്കുമല്ലോ ഇതൊക്കെ പഠിച്ചിട്ടാണോ പറയുന്നത്. അപ്പോൾ എല്ലാ ടാരോ റീഡേഴ്സിൻ്റെ അടുത്തും ചേച്ചി ചോദിക്കുന്നുണ്ടോ സർട്ടിഫൈഡ് ആണോ എന്ന്? ജെനുവിനിറ്റി നോക്കി, ക്രെഡിബിലിറ്റിയൊക്കെ നോക്കിയിട്ട് മാത്രമാണോ ചേച്ചി പറയുക? അതോ ചേച്ചിക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ്? എൻ്റെ റീഡിങ് ഞാൻ ആരെയും നിർബന്ധിച്ച് കാണാൻ പറയുന്നില്ല അല്ലേ. കറക്റ്റ് കണക്റ്റ് ആവുന്നവർ മാത്രം കണ്ടാൽ മതി. ഞാൻ ഇതിൽ നിന്നൊരു ഇൻകം ജനറേറ്റ് ചെയ്യാനോ ഒന്നുമല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ്, ലവ്, ഡ്രാമ അതൊക്കെ വേണമെങ്കിൽ നോക്കാം. പക്ഷെ ഞാൻ അതിലല്ല ഫോക്കസ് ചെയ്യുന്നത്. എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടണം എന്നുള്ളൊരു ഇൻറ്റൻഷനും എനിക്കില്ല. നിങ്ങൾ സാധാരണ ഒരു വ്യക്തി എന്ന നിലയിൽ എന്നെ പോലെ, എൻ്റെ ഒരു മിറർ തന്നെയാണ് ഞാൻ നിങ്ങളിലെയും കാണുന്നത്. നമ്മളെപ്പോലത്തെ ഒരു സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ എങ്ങനെ ടാരോയിലൂടെ നിങ്ങൾക്ക് എങ്ങനെ ഒരു ഗൈഡൻസ് തന്നാൽ നിങ്ങളുടെ മനസ്സിന് കുറച്ച് അല്പമെങ്കിലും ശാന്തത, ഒരു നിർദ്ദേശം, ഒരു ഗൈഡൻസ് ഈ ഡിവൈൻ ടൂൾ വഴി എങ്ങനെ നിങ്ങളിലേക്ക് എത്തിച്ചേരാം എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഇൻറ്റൻഷൻ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തേർഡ് പാർട്ടി ലവ് റിലേഷൻഷിപ്പുള്ള റീഡിങ്ങുകളൊന്നും കൂടുതൽ എടുക്കാത്തതൊന്നും. കാരണം ഇത് ഞാൻ എനർജി വെച്ചിട്ട് ചെയ്യുന്ന കാർഡായതുകൊണ്ട് തന്നെ ഏത് റീഡിംഗ് ആണോ ഞാൻ എടുക്കുന്നത് അതിൻ്റെ ഒരു എനർജി നമ്മളിലേക്കും സെൻസ് ചെയ്യും. അപ്പോൾ തേർഡ് പാർട്ടി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കൂടുതൽ അതിലേക്ക് ട്വിൻ ഫ്ലെയിം, തേർഡ് പാർട്ടി എന്നൊക്കെ പറഞ്ഞാൽ ആ എനർജിയാണ് കൂടുതൽ എടുക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി ആ എനർജി എന്നെ വർക്ക് ചെയ്യും, എന്നെ റിഫ്ലക്റ്റ് ചെയ്യും. അതെനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്നെ പോലത്തെ സാധാരണ സ്ത്രീകളെയും സാധാരണ മെയിൽ ആൾക്കാരുണ്ടാകും, വ്യൂവേഴ്സ് ഉണ്ടാകും. അങ്ങനെ സാധാരണ ആൾക്കാർക്ക് കൊടുക്കാവുന്നൊരു ഗൈഡൻസ് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിച്ചിട്ട് മാത്രമാണ് എനിക്ക് ഈ ഒരു ടൂളേ ഉള്ളൂ നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്തുകൊണ്ട് എനിക്ക് ഇത് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്കൊരു ഗൈഡൻസ് എനിക്ക് തന്നുകൂടാ? കമൻറ്റിൽ കൂടുതലും കേൾക്കുന്നത് പലരും പല ബുദ്ധിമുട്ടുകളും കൊണ്ടും കമൻ്റ് ഇടുന്നവരെ കമൻ്റ് എല്ലാവരും ഞാൻ വായിക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞ്
നഷ്ടപ്പെട്ടു, ഹസ്ബൻഡ് വിട്ടിട്ട് പോയി, അങ്ങനെ ഹൃദയഭേദകമായ വളരെ കമൻസ് ഞാൻ കാണുന്നുണ്ട്. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതെല്ലാം നമ്മുടെ കർമ്മയാണ്. നമ്മുടെ പാർട്ട്ണർ നമ്മൾ ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കർമ്മയാണ്. പാസ്റ്റ് ലൈഫിൽ നമ്മുടെ പൂർവ്വജന്മത്തിൽ ഈ കർമ്മ, ഈ വേദന നമ്മൾ വേറൊരാൾക്ക് കൊടുത്തിരിക്കും, അത് ഉറപ്പാണ്. ആ കർമ്മ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ജന്മം വരുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ എനർജി എടുത്തിട്ട് സ്പ്രെഡ് ഇടാൻ പോവാണ്. അതിൽ എന്താണ് ടാരോ കാണിച്ചു തരുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് റെസണേറ്റ് ആവുന്നെങ്കിൽ മാത്രം നിങ്ങൾ റെസണേറ്റ് ആവുന്ന കമൻറ്റ് ഇടുക, സപ്പോർട്ട് ചെയ്യുക. വിമർശിക്കാനാണെങ്കിൽ വിമർശിക്കാം, തീർച്ചയായിട്ടും നമുക്ക് വിമർശനം വേണം. നമ്മൾ നല്ലൊരു രീതിയിൽ ഉയരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ വിമർശിക്കണം. അല്ല എപ്പോഴും ഞാൻ പറയുന്ന റീഡിങ് കറക്റ്റാണെന്നെങ്കിൽ അഹം എന്നുള്ളൊരു ഭാവം വീട്ടിൽ തന്നെ വരും ഇല്ലേ? അപ്പോൾ വിമർശിക്കണം, തെറ്റാണെങ്കിൽ വിമർശിക്കണം. അത് നല്ലൊരു കാര്യമാണ്. വിമർശിച്ചെങ്കിൽ മാത്രമേ നമ്മൾ വളരുള്ളൂ. അല്ലാണ്ട് നമ്മൾ പറയണ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യണം എന്ന് വെച്ചുള്ള ആ ഒരു ചിന്താഗതിയൊന്നും എനിക്കില്ല. പിന്നെ കമൻ്റ് ഇടുന്നവരോട് ആ കമൻറ്റിന് റീപ്ലൈ ഇടാനോ അങ്ങനെ നിങ്ങളുടെ അടുത്ത് ആർഗ്യൂ ചെയ്യാനോ നിങ്ങളുടെ അതേ ടോണിൽ ഒരു റിപ്ലൈ എനിക്ക് തരാനോ ഒന്നും എനിക്ക് വയ്യ. ഞാൻ അതിനൊന്നും വന്ന ഒരാളല്ല, എനിക്കത് ഇഷ്ടവുമല്ല. ഞാൻ പോസിറ്റീവായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ നല്ല കമൻറ്റായാലും ഞാൻ ഓക്കെയാണ്, ഇങ്ങനത്തെ കമൻറ്റാണെങ്കിലും ഞാൻ ഓക്കെയാണ്. കാരണം അതിലൊന്നും എന്നെ ബാധിക്കുന്നില്ല. ഞാൻ ചെയ്യുന്ന ഡ്യൂട്ടിയിൽ, ഞാൻ ചെയ്യുന്ന ഈ എഫേർട്ടിൽ 100% ഞാൻ എഫേർട്ട് ഇടുന്നുണ്ട്, ജെനുവിനായിട്ട്. ഞാൻ ആ യൂണിവേഴ്സൽ പവറിൽ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ടാരോ റീഡിങ് എടുക്കുന്നുണ്ട്. അത് എത്ര പേർക്ക് ചിലപ്പോൾ എന്നെ ഇഷ്ടമുള്ളവരുണ്ടാവാം, ചിലപ്പോൾ എന്നെ ഇഷ്ടമില്ലാത്തവരുണ്ടാവാം. അതൊന്നും എൻ്റെ തെറ്റല്ലല്ലോ. അപ്പോൾ ഞാൻ ആരെയും കമ്പൽ ചെയ്യുന്നില്ല. റെസണേറ്റ് ആവുന്നവർ മാത്രം വരിക, സപ്പോർട്ട് ചെയ്യുക, പറ്റിയച്ച ഉണ്ടെങ്കിൽ, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്താലാണല്ലോ മറ്റുള്ളവർക്കും കൂടി ഒരു മോട്ടിവേഷൻ ആവുള്ളൂ. എൻ്റെ ഇൻറ്റൻഷൻ പ്യുവറാണ്. എനിക്ക് യൂണിവേഴ്സൽ തന്ന ഈ ഒരു ടൂൾ കൊണ്ട് എത്ര പേർക്ക്, ഒരു 5 പേർക്കെങ്കിൽ അല്ലെങ്കിൽ ഒരു 2 പേർക്കെങ്കിലും ഒരു ഗൈഡൻസ് കൊടുക്കാൻ പറ്റുമെങ്കിൽ, അവരുടെ മനസ്സിനൊരു സമാധാനം കിട്ടുന്നെങ്കിൽ, അത് തന്നെയല്ലേ ഈ ഭൂമിയിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ ഞാനിന്നൊന്നും ടാരോനോട് ചോദിക്കത്തില്ല. നിങ്ങളുടെ എനർജി എടുക്കുന്നു, സ്പ്രെഡ് ചെയ്യുന്നു, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. റെസണേറ്റ് ആണെങ്കിൽ നിങ്ങൾ ക്ലെയിം ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചോളാം. നിങ്ങളുടെ എനർജിയാണ് ഞാനിതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പോണേ. എല്ലാവരും കണ്ണടയ്ക്കുക, കാം ആൻഡ് ക്വയറ്റായിട്ട് വയ്ക്കുക മൈൻഡ്, ആൻഡ് ടേക്ക് എ ഡീപ് ബ്രെത്ത്. നമുക്ക് ടാരോനോട് ചോദിക്കാം. ഞാൻ 3 കാർഡ് എടുത്തു. നിങ്ങളുടെ എനർജിയാണ് ഇത്. ഒന്ന് ദ മൂൺ കാർഡ്, ഒന്ന് ടെമ്പറൻസ്, ഒന്ന് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. ഈ 3 കാർഡാണ് നിങ്ങളുടെ എനർജി എടുത്തപ്പോൾ വന്നത്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കമൻറ്റിൽ കൂടുതൽ ഹൃദയഭേദകമായ കമൻസാണ് വന്നുകൊണ്ടിരുന്നത്. ആ എനർജി തന്നെയാണ് ഇവിടെ റിസീവ് ചെയ്തിരിക്കുന്നതും. ഇതൊരു ചതിയുടെ കാർഡാണ്. ചതി, പല മുഖങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നോക്കുക, തേള്, നായ കുരയ്ക്കുന്ന ഒരു ചെന്നായി ഉണ്ട്. ഈ മൂണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, മനസ്സാകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഈ മൂണിനെ നോക്കുക, വളരെ വിഷാദമായിട്ടിരിക്കുകയാണല്ലേ, കണ്ടോ, സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പം മനസ്സാകെ കലുഷിതമാണ്, ചതിക്കപ്പെട്ടിട്ടുണ്ട് പലരാലും. കുടുംബക്കാരാവട്ടെ, ബന്ധുക്കളാവട്ടെ, അല്ലെങ്കിൽ കൂട്ടുകാരാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും സ്നേഹബന്ധത്തിലാവട്ടെ, നമുക്ക് വളരെ അടുപ്പമുള്ള പലരും, ഒന്നല്ല ഒന്നിൽ കൂടുതൽ ആൾക്കാരാൽ മനസ്സ് ചതിക്കപ്പെടാന്ന് പറയില്ലേ, വഞ്ചിക്കപ്പെടാന്ന് പറയില്ലേ, ആ ഒരു എനർജി കാർഡാണ് ഇതിൽ വന്നിരിക്കുന്നത്. അടുത്ത വന്ന കാർഡ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾ എന്ന് പറഞ്ഞാൽ
ആകെ വഴിമുട്ടി നിൽക്കുന്ന ഒരവസ്ഥ എന്ന് പറയില്ലേ, ഈ ചതി, ഈ വഞ്ചനയിൽ നിന്ന് എങ്ങോട്ട് പോകണം, ഒരു ലക്ഷ്യബോധം ഇല്ലാണ്ട് പോകാമെന്ന് പറയില്ലേ, എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയാണ്ട് സ്തംഭനാവസ്ഥ. അതാണ് പറയുന്നത്, ഒരു സ്തംഭനാവസ്ഥ. ഇത് നോക്കൂ, ഈ കുതിര നിൽക്കുകയാണ് അല്ലേ. സാമ്പത്തികം, പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് സാമ്പത്തികമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സാമ്പത്തികം, നമ്മുടെ ഫിനാൻഷ്യലാണ് പെൻറ്റക്കിൾസ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ സാമ്പത്തികമായിട്ടും നിങ്ങൾ ആകെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. ഇത് നോക്കൂ, കുതിര ചലിക്കുന്നില്ല, കുതിര നിൽക്കുകയാണ്. ഇദ്ദേഹവും എന്ത് ചെയ്യണം എങ്ങോട്ട് പോകണം എന്നറിയാണ്ട് നിൽക്കുകയാണ്. സാമ്പത്തികത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയാണ്ട് സ്റ്റക്ക് ഔൺ ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നിങ്ങളുടെ. അപ്പോൾ ആദ്യം ഒരു ചതിക്കപ്പെട്ട എനർജി, അതിൽ നിന്നും കരകയറാൻ വേണ്ടി പാടുപെട്ട് സാമ്പത്തികമെല്ലാം നഷ്ടപ്പെട്ട് മനസ്സമാധാനം പോയി നിൽക്കുന്ന ഒരു എനർജി. അത് കഴിഞ്ഞിട്ട് ടെമ്പറൻസ്. ടെമ്പറൻസ് എന്ന് പറഞ്ഞാൽ ഇനിയും ലൈഫ് മുന്നോട്ടുണ്ട്, അത് നിങ്ങൾക്കറിയാം. നത്തിങ് ഈസ് പെർമനൻറ്റ്. ഈ വിഷയവും ഈ സങ്കടങ്ങളും നിങ്ങൾ തരണം ചെയ്തേ പറ്റുള്ളൂ. കാരണം നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യാൻ പറ്റില്ല. ധൈര്യമുണ്ടോ നിങ്ങളിൽ? മുന്നോട്ട് പോയേ പറ്റൂ. എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും, എന്തൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിലും, എന്തൊക്കെ വേദന ഉണ്ടെങ്കിലും ഇതിൽ നിന്നെല്ലാം കരകയറണം എന്നുള്ളൊരു ദൃഢമായൊരു മനസ്സും നിങ്ങൾക്കുണ്ട്. കപ്പിൽ നിന്ന് ഇപ്പുറത്തെ കപ്പിലേക്ക് ബാലൻസ് ചെയ്യാണ്, ആ വെള്ളം ഒഴിക്കുകയാണ്. അപ്പോൾ എന്താ പറയണത്, നിങ്ങൾ ഈ പെയിൻഫുള്ള് ചിന്തകളിൽ കൂടി പോകുന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ അതിന് ബാലൻസ് ചെയ്യാൻ കഷ്ടപ്പെടാണ്. അറ്റ് പ്രസൻറ്റ്, അറ്റ് മൊമെൻറ്റ്, ഈ കറണ്ട് നിമിഷത്തിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് വിട്ടവർ തന്നിട്ട് പോയ വേദനകളും ഇതെല്ലാം ബാലൻസ് ചെയ്യാൻ നിങ്ങൾ പെടാപ്പാട് പെടാണ്. പക്ഷേ നിങ്ങളിതിൽ ഓവർകം ചെയ്യും. ടെമ്പറൻസ് കാർഡ്, ധൈര്യം, ഒരു മാലാഖയാണ്. ഇത് നോക്കുക, അതൊരു മാലാഖയാണ്. നിങ്ങളെക്കൊണ്ട് പറ്റും. നിങ്ങൾ ഏത് സിറ്റുവേഷനാണെങ്കിലും, ഏത് പെയിൻഫുൾ സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങൾക്കതിൽ നിന്ന് കരകയറാൻ പറ്റും. ഇതൊരു ഏഞ്ചൽ കാർഡ് കൂടിയാണ്. നോക്കൊരു വെള്ള മാലാഖ. നിങ്ങളുടെ മനസ്സ് വളരെ പ്യുവർ ആയതുകൊണ്ട് തന്നെ നിങ്ങളെ സഹായിക്കാൻ ഡിവൈൻ നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ ഇമോഷൻസിനെ ബാലൻസ് ചെയ്യിപ്പിക്കും. നിങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ട പാത യൂണിവേഴ്സ് കാണിച്ചു തരും. നിങ്ങളതിൽ സക്സസ് ആവും. അപ്പോൾ ഈ ഒരു എന്താ പറയണേ, ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് സ്റ്റക്ക് ഓൺ ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥയൊന്നുമല്ല. ഇതും നിങ്ങൾ തരണം ചെയ്യും, മുന്നോട്ട് പോകും. എന്ത് തടസ്സം ഉണ്ടെങ്കിലും നിങ്ങളതിനതൊക്കെ അതിജീവിച്ചിട്ട് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് എനിക്ക് കിട്ടിയത്. ഇങ്ങനത്തെ പേഴ്സൺസ് ആണോ നിങ്ങൾ? എനിക്കറിയില്ല. എനിക്ക് ടാരോ കാണിച്ചു തന്നതാണ് ഞാൻ എനർജി. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പൊതുവെയുള്ള ഒരു എനർജി എടുത്തപ്പോൾ എനർജി കാണിച്ചു തന്നതാണ് ഈ കാർഡുകൾ. അപ്പോൾ ഇത് നിങ്ങളുടെ എനർജി ആണെന്നുണ്ടെങ്കിൽ ഇത് ഡെഫിനറ്റ്ലി ക്ലെയിം ചെയ്യണം. എന്നാലല്ലേ എനിക്കറിയുള്ളൂ ഞാൻ എടുക്കുന്ന റീഡിങ് കറക്റ്റാണോ അല്ലയോ എന്ന്. നിങ്ങളുടെ കമൻറ്റിൽ കൂടിയാണല്ലോ എനിക്കതിനുള്ളൊരു ആൻസർ കിട്ടുന്നത്. ഇത് ഞാൻ ആരും പറയിച്ചിട്ട് ചെയ്യുന്നതല്ലല്ലോ നിങ്ങൾ കമൻസ് അല്ലേ. ഞാൻ എടുക്കുന്ന റീഡിങ് കറക്റ്റാണെന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുന്നവരാണ് അല്ലേ. അപ്പോൾ ജെനുവിനായിട്ട് നിങ്ങൾക്കിത് നിങ്ങളുടെ റീഡിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതേപോലത്തെ നല്ല നല്ല കാർഡ്സും നല്ല നല്ല റീഡിങ്ങുമായിട്ട് ഞാൻ വരാം. അപ്പോൾ ഒരിക്കലും നിങ്ങൾ തളരരുത്. തളരേണ്ടവരല്ല നിങ്ങൾ. നിങ്ങൾക്കൊരു ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ട്, ഒരു ഏഞ്ചലിൻ്റെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ കർമ്മയാണെന്ന് വിചാരിക്കുക. അതിനെ ഓവർകം ചെയ്യുക. ലൈഫ് ഹാസ് ടു ഗോ ഓൺ. വെറുതെ ഇരിക്കരുത് സങ്കടപ്പെട്ട്, കേട്ടോ. ലൈഫ് ഹാസ് ടു ഗോ ഓൺ. നമുക്കിത് ജീവിച്ചേ മതിയാവൂ, തരണം ചെയ്തേ മതിയാവൂ. പേഴ്സിൻ്റെ കയ്യൊപ്പം നിങ്ങളുടെ കൂടെ ഉണ്ട്. ഏഞ്ചൽസ് ഉണ്ട് നിങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങളെ രക്ഷിക്കാനും പ്രൊട്ടക്റ്റ് ചെയ്യാനും എല്ലാം. ഓക്കെ, അപ്പോൾ ധൈര്യപൂർവ്വം ഇരിക്കുക, മുന്നോട്ട് പോവുക, നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുക, മൈൻഡിനെയൊക്കെ സ്ട്രോങ് ആക്കി വയ്ക്കുക. ഈ നിമിഷവും കടന്നു പോകും കേട്ടോ. നല്ലൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ടാകും. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.